ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു റഹ്മാൻ സാറാണെങ്കിലും മിനുപപ്പു സാറാണെങ്കിലും കുറേയൊക്കെ ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഓർത്തെടുത്ത് ഇപ്പോൾ പറയാനായിട്ട് പറ്റുമോ? ഇങ്ങനെ ഒരു കാര്യം, ഒരു ഫൺ കാര്യം ലൊക്കേഷനിൽ നടന്നു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ആവില്ല. പക്ഷേ ഇതിലൊരു പൂച്ചയുണ്ട് ഞങ്ങൾക്ക്. എൻ്റെ ബ്രദറായിട്ട് ഷെബിൻ്റെ ക്യാരക്ടറിന് ഒരു പൂച്ചയുണ്ട്. അപ്പം അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആനിമൽസിനെ പൊതുവെ എനിക്ക് മൃഗങ്ങളോട് ഇഷ്ടമാണ്. അപ്പോൾ ആ പൂച്ചയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമായിരുന്നു. കുറച്ച് രസമായിരുന്നു. കാരണം അവന് വയ്യാണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. കാരണം അവനറിയില്ല അത് സിനിമയാണ് അത് ഇതെന്ന്. അപ്പോൾ അതിനെ കെയർ ചെയ്യും. അപ്പം ഞാനിങ്ങനെ റിയാസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയിപ്പോൾ വയ്യ, അപ്പോൾ ഇവനെ ഇപ്പോൾ എടുക്കണ്ട, ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോട്ടെ, അങ്ങനെ. അപ്പോൾ റിയാസിനെ പറയുക, തന്നെ കൊണ്ട് ശല്യമാണല്ലോ ഇതിങ്ങനെ. അതായത് അവർ പ്ലാൻ ചെയ്ത പോലെ ആ പൂച്ചേനെ അവർ പിടിച്ചെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പൂച്ചയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വയ്യാന്ന്. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും പൂച്ചയുടെ കൂടെ ആയിരുന്നു. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡുള്ള ഒരു സിനിമയാണ്. എന്താ പറയുക, എക്സ്ട്രീം പ്രഷർ അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പാടുപെടുന്ന ഒരു ക്യാരക്ടറാണ്. ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടറിൽ നിന്ന് എത്രത്തോളം അഡാപ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടറിന് എത്രത്തോളം പഠിച്ചു അത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് നന്നായിട്ടൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് അധികം ഒരു ഭയങ്കര പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു സീൻ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ആ സീൻ ഒരു ഭയങ്കര ഫൺ ചിരിച്ചു കളിച്ചിട്ടുള്ള സീനാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുന്നു. പക്ഷെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് ഇമോഷണൽ സീനാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുന്നു. എനിക്ക് പൊതുവേ എനിക്കങ്ങനെ ഞാനിപ്പോൾ ഒരു ഭയങ്കര ഇമോഷണൽ സീൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ആ സമയത്ത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കുറച്ചൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ആ സമയത്ത് അത് ചെയ്ത് ഞാനപ്പോൾ ഇപ്പം നമ്മളെ ലൈഫിലാണെങ്കിലും അങ്ങനെയാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ തരുന്നത് പോലെ ഞാൻ പ്രിപ്പയർ ആയിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ആ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാനപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ഭയങ്കരമായി ഇരുന്ന് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ബിക്കോസ് ചില ക്യാരക്ടേഴ്സ് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇത് കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ചില ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിതുവരെ സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അല്ല ഞാൻ പിന്നെ ആ ക്യാരക്ടറായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ല. എനിക്ക് ചില സിനിമകൾ കാണുമ്പം ചില ക്യാരക്ടേഴ്സ് ഹോണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഓഫ് കോഴ്സ് നല്ല പെർഫോമൻസസ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഹോണ്ടിങ് ആയിരിക്കും. കുറേ അങ്ങനത്തെ സിനിമകൾ നമുക്ക് എത്രയോ നല്ല പെർഫോമൻസ്, നല്ല സീന്, നല്ല സീക്വൻസുകൾ വരുമ്പോൾ നമ്മൾ പിന്നെയും അത് ആ പെർഫോമൻസിൻ്റെ പവറാണ് അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിൻ്റെ ഒരു പവറാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറേ ആർട്ടിസ്റ്റുകളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് അവർ ചെയ്തു വെച്ച ആ ഒരു പെർഫോമൻസിൻ്റെ ആണത്. അതെനിക്കും ഒരുപാടുണ്ട് അങ്ങനെ പറയാനുള്ളതുണ്ട്. ഓക്കെ. ഇപ്പോൾ ശരിക്കും നമ്മുടെ മലയാളം സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗോൾഡൻ എറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടെയാണ്. കാരണം ഇഷ്ടംപോലെ അതായത് പ്രൊഡക്ഷൻ വൈസ് നോക്കുവാണെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള പടങ്ങൾ, കുറേ അധികം റെക്കഗ്നിഷൻസ് വരുന്നുണ്ട്. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ വിമൻ സെൻട്രിക് ആയിട്ടുള്ള കുറേ അധികം പടങ്ങൾ, ഇപ്പോൾ എക്കോ, ലോക പോലുള്ള ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? ഐ പേഴ്സണലി ഫീൽ മലയാളം സിനിമയിൽ എന്നും ഒരു ഗോൾഡൻ എറ ഉണ്ടായിരുന്നു. ഈവൻ 70s വളരെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, 80s വളരെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, 90s ഈവൻ ഏർലി 2000 മിഡ് 2000 ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന സിനിമകൾ പുറത്ത് അറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ചേഞ്ച്. അത് ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു നല്ല സിനിമ വരുമ്പോൾ അത് എല്ലായിടത്തും റീച്ച് ആവുന്നുണ്ട്. മുൻപെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 80s ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഒരു നോൺ മലയാളീസ് ഒരു ഗ്രൂപ്പിനെ എത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടായിരുന്നില്ല. മറ്റുള്ള ഇൻഡസ്ട്രി ആൾക്കാർ അത് അറിയുന്നുണ്ട്, മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് ഭയങ്കര ഹിറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഇൻക്ലൂഡിങ് ഇപ്പോൾ മൺചിത്രത്താഴ് വരെ അതൊരു ഒറിജിനൽ മലയാളം സിനിമയാണ് എന്നുള്ളത് ഈ അടുത്തായിരിക്കും. ഇപ്പോൾ കന്നഡയിൽ അത് വന്നിട്ടുണ്ട്, തമിഴിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പബ്ലിക് അറിയാൻ സമയമെടുത്തു. അതാണൊരു വ്യത്യാസം. എൻ്റെ അഭിപ്രായത്തിൽ മലയാളം എന്നും നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല കണ്ടന്റ് തന്നിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അല്ലാതെ നമ്മൾ ഇപ്പോഴല്ല നല്ല സിനിമകൾ ചെയ്യാൻ തുടങ്ങി, അന്നും നല്ല സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയും നല്ല കുറേ സിനിമകൾ നല്ലത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ട്, ആൾക്കാർ അറിയുന്നുണ്ട് എന്നാണ്. അതൊരു ഭയങ്കര നല്ല കാര്യമാണ്, ഒരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് അത് ശരിക്കും. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു സെറ്റിൽ
ചേച്ചിക്ക് ഒരു അതായത് ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് എത്രത്തോളം ഫ്രീഡം ഉണ്ടായിരുന്നു? കാരണം ഒരു സ്ക്രിപ്റ്റിൽ ചില ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ ഡയലോഗ്സിലൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു മാനറിസം മാറ്റാനൊക്കെയുള്ള ഒരു ഫ്രീഡം ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. 100% ഉണ്ടായിരുന്നു. കാരണം റിയാസ് വളരെ റിസപ്റ്റീവ് ആയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാകുമായിരുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ ഇതെന്ത് ഇങ്ങനെ പറയുന്നത്, ഇത് ഇങ്ങനെ ആരാടോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് കുറച്ചുകൂടിയും കാഷ്വൽ ആക്കാം എന്നുള്ള ഒരു സാധനം. കാരണം എഴുത്തിനൊരു സ്വഭാവം നമ്മൾ അറിയാതെ വരും. നമ്മൾ കുറച്ച് എഴുതുമ്പോൾ അത് നമ്മളതൊരു വളരെ കുറവേ, ഇപ്പോൾ റിയാസിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് വളരെ കുറവേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു എഴുത്ത് ലാംഗ്വേജ് വേറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി കാഷ്വൽ, അതൊക്കെ റിയാസിന് ഓക്കെ ആയിരുന്നു. റിയാസ് ആസ് ലോങ് ആസ് അത് വേറെ ഒരു തരത്തിലും സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര നമുക്ക് ഒരു സ്പേസ് തരുന്ന ഒരു ഡയറക്ടറാണ്.